Good morning, everyone. Respected dignitaries on the dial, teachers, dear parents, and my dear friends. A warm welcome to our lovely Tiny Toes Kid Fest. Today is a very special day for us. We have many beautiful programs for you. Let's sing, dance, and enjoy together. Thank you for all coming. Have a happy day. Assalamu alaikum. A'udhu billahi minash shaitani rajim. Bismillahir rahmanir rahim. Alhamdulillahi rabbil alamin. Ar-Rahmanir Rahim. Maliki yawmiddin. Iyyaka na'budu wa iyyaka nasta'in. Ihdinas siratal mustaqim. Siratal ladzina an'amta 'alaihim ghairil maghdubi 'alaihim waladdallin. Amin. Assalamu alaikum. Very good morning to you all. ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി പല്ലാർ അബ്ദുൽ ഖാദർ ഹാജി, ബഹുമാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് കള്ളപ്പാട്ടിൽ അബു ഹാജി, ഖത്തർ കമ്മിറ്റിയുടെ എല്ലാമായ ബഹുമാനപ്പെട്ട നമ്മുടെ ഖാലിദ് ക, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബഹുമാനപ്പെട്ട മാനേജർ അഹമ്മദ് ഫൈസി, സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പൽ നൂറുദ്ദീൻ വാഫി, KG സെക്ഷൻ ഹെഡ് സുഷീന ടീച്ചർ, പ്രിയപ്പെട്ട അധ്യാപകരെ, അധ്യാപികമാരെ, എൻ്റെ പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, മറ്റു കുടുംബങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2026 കിഡ്സ് ഫെസ്റ്റ് ടൈനി ടോസ് എന്ന പേരിൽ ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന വേദിയിലാണ് നാം നിലകൊള്ളുന്നത്. ഇന്നിവിടെ നിറങ്ങളുടെയും ചിരിയുടെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളാണ് നമുക്ക് മുമ്പിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നിന്നും വിഭിന്നമായി ഇന്ന് നാം ഒരു ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. വളരെ സന്തോഷത്തിൽ നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമുകൾ കണ്ടാസ്വദിക്കാൻ. കുട്ടികൾ ഇവിടെ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ, പരിപാടികൾ വെറും ഒരു അവതരണം മാത്രമല്ല, മറിച്ച് അവരുടെ കഴിവും ആത്മവിശ്വാസവും ലോകത്തിന് മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ഒരു വേദി കൂടിയാണിത്. ഈ വേദിയിലേക്ക് ഓരോ കുട്ടികളും, ഓരോ കുട്ടിയും, ഓരോ ടീമും കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ പിറകു വശത്തെ സ്ക്രീനിൽ ഇവിടെ അവതരിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് അവരെടുത്ത ശ്രമങ്ങളും അവരുടെ അധ്യാപകർ അവർക്ക് നൽകിയ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം. ഒരുപാട് ദിവസത്തെ, ഒരുപാട് സമയത്തെ അധ്വാനത്തിന് ശേഷമാണ് 2-3 മിനിറ്റുകൾ നമ്മുടെ കുട്ടികൾ ഇവിടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നത്. ഒരു പ്രോഗ്രാം ഒരു കുട്ടി ഇവിടെ അവതരിപ്പിക്കുന്നതോടെ അവൻ പഠിക്കുന്ന വലിയ ഒരുപാട് പാഠങ്ങളുണ്ട്. അവൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു, കൂട്ടായ്മയും മറ്റുള്ളവരോട് സഹകരിക്കുന്ന മനോഭാവവുമെല്ലാം അവരിൽ വളരുന്നു. ഇത്തരം പ്രാക്ടിക്കൽ പാഠങ്ങൾ അവർ പ്രാക്ടിക്കലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിന്
വന്നെത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കുട്ടികൾ, നിങ്ങൾ നിറഞ്ഞാടുക, നിങ്ങൾ ആസ്വദിക്കുക, നിങ്ങൾ ചിരിക്കുക, സന്തോഷിക്കുക. രക്ഷിതാക്കൾ അവരാണ് ഈ പ്രോഗ്രാമിൻ്റെ ശക്തിയും സപ്പോർട്ടും. വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്നതിൽ അധ്യാപകരെ പോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ അവരോടൊപ്പമുണ്ട്, അവരോടൊപ്പം നിന്നിട്ടുണ്ട്. എല്ലാ രക്ഷിതാക്കളെയും ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ വന്ന് അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ കുട്ടിയും തൻ്റെ രക്ഷിതാക്കൾക്ക് കൃത്യമായി കാണാവുന്ന രീതിയിൽ പാട്ടുകളുടെ അകമ്പടിയോടെ സ്റ്റെപ്പുകളെടുത്ത് മുൻനിരയിലേക്ക് എത്തിത്തീരുന്നത്. ആ രീതിയിൽ നമ്മുടെ അധ്യാപകർ അവരെ തയ്യാറാക്കിയിരിക്കുകയാണ്. തൻ്റെ കുട്ടി ബാക്ക് ലൈനിൽ മാത്രമല്ല മുമ്പിൽ വന്ന് കളിക്കുന്നു. വീഡിയോസ് എടുക്കാൻ കാത്തു നിൽക്കുന്ന രക്ഷിതാവിന് തൻ്റെ കുട്ടിയും മുമ്പിൽ, സ്റ്റേജിൻ്റെ മുമ്പിൽ വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് കണ്ട് നിർവൃതിയാടാനുള്ള അവസരം അവരെ പാകപ്പെടുത്തിയെടുക്കുന്ന അധ്യാപകർ ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സ്, നിങ്ങളാണ് കുട്ടികളെ ഇത്തരം പ്രകടനാത്മകമായ, ഇത്തരം കലാപരമായ കഴിവുകൾ അവർക്ക് നൽകി വാർത്തെടുക്കുന്നത്. അവരെ നിങ്ങൾ ഭാവിയിലേക്ക് തയ്യാറാക്കുകയാണ്. അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കാവുന്ന തരത്തിൽ, അവരുടെ സ്റ്റേജ് ഫിയർ മാറുന്ന തരത്തിൽ, വലിയ ജനസഞ്ചയത്തെ പോലും അഭിസംബോധന ചെയ്യാവുന്ന തരത്തിൽ അവരെ തയ്യാറാക്കിയെടുക്കുന്നത് നിങ്ങളാണ്. നിങ്ങളെ കൂടി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അതിലുപരി നമുക്ക് ഇതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നത്, നമുക്ക് വേണ്ട വെള്ളവും വളവും ഒരുക്കി തരുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ് ടീമാണ്. ഒരുപാട് മാനേജ്മെൻറ്റ് അംഗങ്ങൾ ഇനിയും എത്തിച്ചേരാനുണ്ട്. അവർ പ്രോഗ്രാം തീരുന്നതിനിടയിൽ സൗകര്യം പോലെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും അഭിനന്ദിക്കുകയും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ KG സെക്ഷൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ സ്കൂൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. നിങ്ങളുടെ കുട്ടികൾ വന്നിവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ, ആങ്കറിങ് ചെയ്യുമ്പോൾ, അവർ ഇംഗ്ലീഷിലും മലയാളത്തിലും സംസാരിക്കുമ്പോൾ, മലയാളത്തിലും ഇംഗ്ലീഷിലും സ്ഫുടമായി അവർ കഥകൾ നിങ്ങളോട് പറയുമ്പോൾ, അവരുടെ പ്രോഗ്രാമുകളുടെ മറ്റു മത്സരങ്ങളുടെ, അത് അസ്മി നടത്തുന്ന അസ്മി ഫെസ്റ്റ് ആണെങ്കിലും, നമ്മുടെ പഞ്ചായത്ത് നടത്തുന്ന പ്രീ പ്രൈമറി ഫെസ്റ്റ് ആണെങ്കിലും, എല്ലാം വളരെ നല്ല ഉന്നതമായ രീതിയിൽ മികവ് പുലർത്തി, പ്രത്യേകിച്ച് വ്യക്തിപരമായ ഇനങ്ങളിൽ ഇംഗ്ലീഷ്, മലയാളം പോലെയുള്ള ആക്ഷൻ സോങ്, സ്റ്റോറി ടെല്ലിംഗ് പോലെയുള്ള വ്യത്യസ്തമായ ഇനങ്ങളിൽ വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ച് ജഡ്ജസിൻ്റെ അഭിനന്ദനത്തിന് അർഹരായ കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. ഇപ്രാവശ്യവും നമുക്ക് കിഡ്സ് ഫെസ്റ്റിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റി. നമ്മുടെ പ്രൈമറി ഫെസ്റ്റിലും അവതരിപ്പിച്ച എല്ലാ പ്രോഗ്രാമുകളിലും നമുക്ക് A ഗ്രേഡ് ലഭിച്ചു. അതുപോലെ തന്നെ കോമ്പറ്റീഷനുകളിലും മറ്റ് കാര്യങ്ങളിലെല്ലാം നമ്മുടെ കുട്ടികൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെയുള്ള സൗകര്യം, ഇതിനൊക്കെയുള്ള തയ്യാറെടുപ്പും നമ്മളെല്ലാം കൂടി ചെയ്യുന്നതാണ്. കുട്ടികളെ നാം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. നമ്മുടെ സ്കൂളിൽ തുടർന്ന് പഠിക്കുമ്പോഴെല്ലാം എല്ലാവിധ അവസരങ്ങളും നാം അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പുരോഗതിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നാം ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനെയും നിങ്ങൾ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യണമെന്ന് സന്ദർഭമായി ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഈ ഉദ്ഘാടന സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബഹുമാന്യരായ ജനറൽ സെക്രട്ടറി പല്ലാർ അബ്ദുൽ ഖാദർ ഹാജി സാഹിബാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ആമുഖ ഭാഷണം നടത്തുന്നത് സ്ഥാപനത്തിൻ്റെ മാനേജർ അഹമ്മദ് ഫൈസി അവർകളാണ്. അവരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മോടൊപ്പം നമ്മുടെ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് കളപ്പാട്ടിൽ അബുഹാജി, അവർ ഇവിടെ നിങ്ങളുമായി സംവദിക്കും. അതുപോലെ തന്നെ ഖാലിദ് കയും നിങ്ങളുമായി സംസാരിക്കും. ബാക്കി ഇനി വരാൻ പോകുന്ന നമ്മുടെ മാനേജ്മെൻറ്റ് പ്രതിനിധികളെല്ലാം, എല്ലാവരെയും മൊത്തത്തിൽ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് അവരുടെ അഭാവത്തിൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഖാലിദ് കയെയും കളപ്പാട്ടിൽ അബുഹാജിയെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ സന്നിഹിതരായ എല്ലാ
അധ്യാപകരെയും അധ്യാപികമാരെയും രക്ഷിതാക്കൾ എല്ലാവരെയും, പ്രത്യേകിച്ച് അവരുടെ കുടുംബങ്ങളെയും നമ്മുടെ ചെറിയ കുഞ്ഞു വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും. ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി പല്ലാർ അബ്ദുൽ ഖാദർ ഹാജിയെ സാദരം ക്ഷണിക്കുന്നു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബാദ്. ബഹുമാന്യരായ ആ സ്ഥാപനത്തിൻ്റെ മാനേജർ ഉസ്താദ് അഹമ്മദ് ഫാദി, കോളേജ് സ്കൂൾ പ്രിൻസിപ്പൽ മുനീർ കാപ്പൻ, കമ്മിറ്റി വൈസ് പ്രസിഡൻറ്റ് കളപ്പാട്ടിൽ അബു സാഹിബ്, ഗൾഫ് കമ്മിറ്റി ഖത്തർ കമ്മിറ്റി സെക്രട്ടറി ഖാലിദ് സാഹിബ്, നൂറുദ്ദീൻ വാഫി, ഇവിടെ സന്നിഹിതരായ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മൾ കുട്ടികളുടെ കിഡ്സ് ഫെസ്റ്റിലാണ്. കുട്ടികൾക്ക് വളരെ ആവേശമുണ്ടാകുന്ന കാര്യമാണ് കിഡ്സ് എന്നൊക്കെ പറയുന്നത്, ഈ ഫെസ്റ്റുകൾ. അപ്പോൾ അതിൻ്റെ കുട്ടികളുടെ പരിപാടികൾ കാണാൻ വന്നവരാണ് നമ്മൾ. നിങ്ങളെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മൾ എത്തിങ്ങാനയിൽ ഈ സമയത്ത് ഞാനൊരു യോഗം കഴിഞ്ഞിട്ടാണ് വരുന്നത്. നമ്മൾ KGയിലേക്കുള്ള കുട്ടികളുടെ അഡ്മിഷൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. 4 ക്ലാസ്സിലേക്ക് എടുത്തു. ഇനി സ്ഥലമില്ല എന്ന് ഇന്നലെ മുതൽക്ക് പരസ്യം ചെയ്തിരിക്കുകയാണ്. പക്ഷേ യോഗത്തിൽ വെച്ചിട്ട് 2 ക്ലാസ്സും കൂടി എടുക്കണം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായി. സത്യത്തിൽ സ്ഥലമില്ല. അപ്പോൾ അതിന് സ്ഥലം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതായത് ഉറപ്പ് ഇല്ല എങ്കിലും ഇങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള ഒരു കഠിന അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ സ്കൂള് അഡ്മിഷൻ തുടങ്ങി വെച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ഫില്ലായി എന്നുള്ളത് ഇവിടുത്തെ നമ്മുടെ യതീംഖാനയിലെ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിസര പ്രദേശങ്ങളെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടാണ്. മാത്രമല്ല നിങ്ങൾക്ക് തന്നെ ഇവിടെ അറിയാം, ലാംഗ്വേജ് പുറത്ത് കേരളത്തിൻ്റെ പുറത്ത് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരാണ് ഇവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുട്ടികൾ ഭാഷ പഠിക്കും, ലാംഗ്വേജ് പഠിക്കും എന്നുള്ളതൊക്കെ സ്ഥാപനത്തിൻ്റെ ഒരു മികച്ചതായ പ്രകടനമാണ്. ഞാൻ കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നടത്തുന്നു. അസ്സലാമു അലൈക്കും. Respected teacher and my dear friends, my name is Shravan. I am in 2nd standard and today I want to tell you something very important. People say you are small. Yes, I am small, but my dreams are very big. When I first tried to read, I made mistakes. When I first tried to write, my letters are danced. When I first tried to speak honestly, my heart went thud. I was scared. I want to stop. But my teacher said, try again. I fall again and I try again. Do you know what I learned? Big things starts as a small. A tree starts as a seed. A butterfly starts as a caterpillar. And confidence starts with one small step. Today I am standing here not because I am perfect, but because I did not give up. If you fall, try again, because you can do it. I am small, but I believe in myself. Thank you. Good morning, respected teachers and my dear friends. My name is Jeza. I am in 2nd standard. Today I want to talk about something close to my heart. When I was small, I was quiet. I thought, what if I say something wrong? What if people laugh? So I keep my voice inside me. But one day my teacher asked me, read aloud. My hands is shaking. My voice was soft. And I spoke. And guess what? Nothing but happened. My friends listen. My teacher smile. Thank you. മുനീർ വാഫി ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി പല്ലാർ അബ്ദുൽ ഖാദർ ഹാജി, ഈ പരിപാടിയിൽ നിങ്ങളോട് ആശംസാ പ്രസംഗം നടത്താനിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ മാനേജർ അഹമ്മദ് ഫൈസി,
എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ CB ഖാലിദ് സാഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട ദിനസംഘാടകനായിരിക്കുന്ന വാഫി, ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന രക്ഷിതാക്കൾ, ഈ പരിപാടിയോടെ സംഘടിപ്പിക്കുന്ന അധ്യാപികമാർ, പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, ഈ പരിപാടി വളരെ മനോഹരമായി ഇവിടെ നടക്കുന്നതിന് ഏറെ താല്പര്യത്തോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ ഇവിടെ എത്തിയിട്ടുള്ള രക്ഷിതാക്കളും നാട്ടുകാരുമായ സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അത് നമ്മുടെ കുട്ടികളിലുള്ള കലാവാസന അതിനെ അവർക്ക് പ്രോത്സാഹിപ്പിക്കുവാനും അത് അവർക്ക് അവരുടെ ജീവിതത്തിൽ പടിപടിയായി ഉയർത്തുവാനും അവരുടെ കഴിവുകൾ തെളിയിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കുവാൻ എന്നതാണ് ഇങ്ങനെ ഒരു പരിപാടി കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇങ്ങനൊരു പരിപാടി വയ്ക്കുമ്പോൾ ഇങ്ങനെയൊരു സെഷൻ ഇവിടെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ ഒരു പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം കുട്ടികളുടെ പരിപാടി കാണാനും അത് കേൾക്കാനും അത് ആസ്വദിക്കാനും വന്നിരിക്കുന്ന ഞങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെയുള്ള ആളുകൾ വന്ന് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോവും. സ്വാഭാവികമാണത്. പക്ഷേ ഇങ്ങനെ സെഷൻ ഇല്ലാതിരുന്നാൽ നിങ്ങൾക്ക് ഈ പരിപാടി ഇവിടെ നടത്താൻ ഇടവരുന്ന അല്ലെങ്കിൽ നടത്താൻ നിങ്ങൾക്കിതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ആരൊക്കെയാണ് എന്നറിയാനുള്ളൊരു അവസരം കൂടിയാണ് ഇങ്ങനൊരു പരിപാടി. ഞങ്ങളൊക്കെ അതിൻ്റെ എളിയ പ്രവർത്തകന്മാരാണ്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഓരോ പരിപാടികളാണ് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വെട്ടിച്ചിറയിലുള്ള നമ്മുടെ ഒരു പരിപാടി അടുത്ത ദിവസം തന്നെ നമ്മളെ പുത്തനത്താണിയിൽ വെച്ച് നടക്കുകയുണ്ടായി. ഇപ്പോൾ കാട്ടിലങ്ങാടിയുടെ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, നല്ല സദസ്സാണ്. അതോടൊപ്പം തന്നെ നല്ല വർണ്ണ ഭംഗിയുണ്ട് നിങ്ങളെ കാണാൻ. അതായത് കുട്ടികളും സ്ത്രീകളും ആകുമ്പോൾ നല്ല കളർഫുള്ളാണ് ഇവിടെ ഞങ്ങൾ നോക്കുമ്പോൾ. ഒരുപക്ഷെ നിങ്ങളെ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കും കാണാം നല്ല ഭംഗിയുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന നമ്മുടെ കലാകാരന്മാരൊക്കെ അവർ വളരെ കളർഫുള്ളായിട്ടാണ് കാണുന്നത്. അവരുടെ അവസരങ്ങൾക്ക് വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ്. അതിനിടയിൽ ഇങ്ങനെയൊരു സംസാരം നിങ്ങളും താല്പര്യപ്പെടുന്നില്ല, അവരും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും സംസാരങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു. അതെല്ലാം നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കുവാനും പരസ്പരം കാണുവാനും സാധിച്ചു. ഈ പരിപാടി നിങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെയൊക്കെ കുട്ടികളുടെ പരിപാടി കാണുന്നതോടൊപ്പം തന്നെ അവരുടെ കഴിവുകൾ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാക്കാനും അതിൻ്റെ പോരായ്മകളുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുവാനും സാധിക്കും എന്നതുകൂടിയാണ് ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും നല്ലൊരു പരിപാടിയാണ്. ഇതിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. ആരും സലാം അടക്കണില്ല. അത് നമുക്ക് പറഞ്ഞ പണിയല്ലല്ലോ അല്ലേ? നമ്മളെ പരിപാടി, കുട്ടികളുടെ പരിപാടി കാണാൻ വേണ്ടി വരുമ്പോൾ ഇതേപോലെയുള്ള ആരെങ്കിലുമൊക്കെ സ്റ്റേജിൽ കയറി നിന്നിട്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ സമയം കളിയാണോ എന്നുള്ളൊരു തോന്നലിലാണ് നമ്മുടെ രക്ഷിതാക്കളൊക്കെ ഇരിക്കുന്നത്. ഈ കുട്ടികൾ ഇവിടെ വളരെ നല്ല രീതിയിൽ പല പരിപാടികളും അവതരിപ്പിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കൊക്കെയാണ്, പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കാണ്. ഒന്ന് കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചാൽ ഒരു പക്ഷേ അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, കലാവാസനകൾ, ഈ കുട്ടികളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന വാസനകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിന് രക്ഷിതാക്കളായ നമ്മളുടെ ഭാഗത്തുനിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ, അവർ ഒരു കൈയടിച്ചിട്ടെങ്കിലും അവരൊന്ന് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സന്മനസ്
നമ്മളെല്ലാവരും കാണിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ബഹുമാന്യരായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ മുനീർ വാഫി, ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കട്ടലങ്ങാടി PMS യതീംഖാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പല്ലാർ അബ്ദുൽ ഖാദർ ഹാജി, ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ച് സംസാരിച്ച ബഹുമാന്യരായ കളപ്പാട്ടിൽ അബുഹാജി, കട്ടലങ്ങാടി യതീംഖാനയുടെ മാനേജർ ബഹുമാന്യനായ അഹമ്മദ് വാഫി കക്കാട്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് സ്കൂളിൻ്റെ അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ കുട്ടികൾക്ക് അവരുടെ കലാവാസങ്ങൾ അവതരിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കുമ്പോൾ നേരത്തെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ അധ്യാപക അനധ്യാപക ഉദ്യോഗസ്ഥന്മാർ സഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമ്മളുടെ രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ചും നാട്ടുകാർക്ക് മൊത്തത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഒരു സംവിധാനത്തെ വളർത്തിക്കൊണ്ടുവരിക. നേരത്തെ ഉണ്ടായിരുന്ന കട്ടലങ്ങാടി യതീംഖാനയുടെ KG ക്ലാസ് അല്ല ഇന്നത്തെ നമ്മുടെ ഈ മുമ്പിലിരിക്കുന്ന ഈ ഒരു കുട്ടികളും അതിൻ്റെ സംവിധാനവും. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, ലോകക്രമത്തിൽ മൊത്തത്തിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ സ്ഥാപനത്തിലും നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചുക്കാൻ പിടിക്കുന്നത്. ബഹുമാന്യരായ നമ്മുടെ കേരളത്തിലെ ആത്മീയ നേതൃത്വം പാണക്കാട് പൂക്കോയത്തങ്ങളുടെ സ്മരണാർത്ഥം തുടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനം പാണക്കാട് തങ്ങന്മാർ ഒരുപാട് സ്ഥാപനങ്ങളുടെ നേതൃസ്ഥാനം വഹിക്കുന്നുണ്ടെങ്കിലും കാട്ടിലങ്ങാടി യതീംഖാന എന്നത് നേരിട്ട് നടത്തുന്ന ഒരു സംവിധാനമാണ്. നാട്ടുകാരായ നമുക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കളായ നമുക്ക് ഒരു പക്ഷേ അത്തരം ഒരു അറിവുണ്ടാവണമെന്നില്ല, പലർക്കും അറിയാം. പക്ഷേ ഒരുപാട് കേരളത്തിലെ ഒരുപാട് സ്ഥാപനങ്ങളുടെ നേതൃസ്ഥാനത്ത് തങ്ങന്മാരുണ്ടെങ്കിലും കാട്ടിലങ്ങാടി യതീംഖാന എന്ന സംവിധാനം അവർ നേരിട്ടാണ് നടത്തുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ വരുന്നത് ബഹുമാന്യരായ നമ്മുടെ കാട്ടിലങ്ങാടി യതീംഖാനയുടെ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇന്നും ഈ രാവിലെ അതിൻ്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. ഞാനിത് സൂചിപ്പിക്കാനുണ്ടായ കാരണം കാട്ടിലങ്ങാടി യതീംഖാന എന്നത് സാധാരണ എല്ലായിടത്തും നടക്കുന്നത് പോലുള്ളൊരു യതീംഖാന, ആ ഒരു കമ്മിറ്റി, ആ പ്രദേശത്തുള്ളൊരു കമ്മിറ്റി അവരാണത് നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് ആരെങ്കിലുമൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്. അവർ മാത്രമല്ല, അതോടൊപ്പം പാണക്കാട് തങ്ങന്മാർ നേരിട്ട് നടത്തുന്ന ഒരു സംവിധാനമാണ് ഇത് എന്നുകൂടെ നമ്മൾ ഓരോരുത്തരും ഓർക്കണം. നമ്മുടെ കുട്ടികളുടെ എല്ലാ പരിപാടിക്കും ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഏകദേശം ഒരു 2 ആഴ്ചകളോളം അല്ലെങ്കിൽ ഒരു മാസത്തോളമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഈ പരിപാടി അവതരിപ്പിക്കുന്ന എല്ലാവർക്കും ഈ ഒരു പരിപാടിക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വരമുഖരിതം ശ്രുതി പരിചിതം ജയമതിദ്രുതതാളങ്ങൾ ജഗന്നാഥനല്ലാ നിന്റെ ജിതമൊഴിഹിതമൊഴി ചോരുവയൻ്റെ സുഖം നാദമെല്ലാം നിന്റെ തജല്ലിയായ മുഹമ്മദിന്റെ മധുവിദാസുവനം തലമിലായി മധുരലയ മതിലുയരുവതാ ശ്രുതിലര താളം സുഖം വരുമേളം മധുമഴ വിരുന്നഴകാ ഗാനം മൃദുവിരലുകളറബനീണം ശ്രുതി മധുരിത മധുകളാനത്തെ നിലാവിൽ പാടിടാം വരുവിൻ സായൂജ്യമാ
खाक मदीना तेरा कहना क्या है, तुझे कुर्ब खूब मदीना मिले। ये खाक मदीना तेरा कहना क्या है, तुझे कुर्ब खूब मदीना मिले। ഖാത്തിമുത്തെന്ന സത്തിൽ തിരുമധുകളിശലിൽ പാടിടാ, ഖാത്തിമുത്തെന്ന സത്തിൽ തിരുമധുകളിശലിൽ പാടിടാ. കാമിലേറിയ നബി കാവൽ തരൂ, കാവൽ തരൂ. ഉലകമതില്ല സർവല്ല വിരിച്ച് അഹദിന്റെ അമർ പോലെ തിരുതൂതർ നടന്നെന്ന് നിഴലായി, തിരുസവിധമിൽ അണിയണി സ്വഹബരും ചേർന്നിടലായി. മണ്ണിൽ കരുണയിൽ ചാലിച്ച പുഞ്ചിരി പൂത്തു ഇറങ്ങിയതായി വേദം നബിയോർ തിരുപാദം പൂകിയാരിലും ഫിദയാ. ഹാദി നബിയുടെ നൂറൊഴുകുന്നു അംബിയ മുൻപരിൽ, ജ്യോതി നബിയിലും ഇബ്രാഹിമിൻ റൂഹിലും ചന്ദമിൽ. പല പല കാലം കൊണ്ട ഖുറൈശി ബനു ഹാഷിം തീരമിൽ, ഒളിവീശും ത്വാഹ ത്വാഹ, ഒളിവീശും ത്വാഹ, ഒളിവീശും ത്വാഹ ത്വാഹ, ഒളിവീശും ത്വാഹ. മേരാ ഖ്വാബ് മേ ആയേ പ്യാരെ ഹുസൂർ, ബസ് തൂ ഹൈ സാരേ കലം മേ സേ ഹൈ റസൂൽ. ആകാരമദഞ്ചിത മാലിന്യ കമലറനുപമ ഗണിത സുഹൃതമ കളങ്ക സരളമ അഗനിന്ദയകത്തി മികത്തവരെ, മികത്തോരുരത്തോർ ബി ഹദിജത്തോർ മാഹിനെ ബിക്കിണ വയ്ക്കാനേ. പൂതി വേലിക്കാളത്തിലിരിക്കാനേ. ആരംഭ റസൂലുള്ള മദീനയിലണഞ്ഞപ്പോൾ ആമോദ ഹർഷാദം മുഴങ്ങിടുന്നേ. ആരാമരത്തോടന്നേ അൻസാറുകൾ വന്നതിലേറ്റം അഹ്ലം വസഹ്ലം പാടി പുകഴ്ത്തിയിടുന്നേ. കഹനിലൊരാരവം കേൾക്കണ്, വർണ്ണകിളികളും ഇതേ പാറണ്. കതിരൊളി വാനിലുദിക്കണ്, മണിക്കൊയിലുകൾ തഞ്ചം പാറണ്. അണിയൊത്ത മലക്കുകൾ എന്നതാ, മണിമുത്തിനെ വാഴ്ത്താൻ വന്നതാ. അണിയൊത്ത മലക്കുകൾ എന്നതാ, മണിമുത്തിനെ വാഴ്ത്താൻ വന്നതാ. ഗുണമണിയെ നബിനിധിയെ മർഹബ മർഹബയാ നബിയെ. തിരുത്വാഹ തിങ്കളിന്റെ തങ്കശോഭിത തിരുനാള്, ഗുണമേറും പിഞ്ചതരങ്ങൾ മധു പാടും പിറന്നാള്. തിരുത്വാഹ തിങ്കളിന്റെ തങ്കശോഭിത തിരുനാള്, ഗുണമേറും പിഞ്ചതരങ്ങൾ മധു പാടും പിറന്നാള്. മർഹബയാം ത്വാഹ മഹിമകൾ ഞാൻ പാടാ, മർഹബയാം ത്വാഹ മഹിമകൾ ഞാൻ പാടാ. ഈ പാരിൻ സബബായി വന്നവരെ അമ്പിയ രാജാവേ, ഈ പാരിൻ സബബായി വന്നവരെ അമ്പിയ രാജാവേ. മെഹബൂബരെ സലാം യാ റസൂലല്ലാഹ്. ആണ്ടുകളായിരം മുമ്പ് പിറക്കാൻ ഭാഗ്യം നാഥൻ തന്നില്ല, ആ തിരുവട്ടം തൂകും വദനം ഇതുവരെ കനവിൽ കണ്ടില്ല. ആണ്ടുകളായിരം മുമ്പ് പിറക്കാൻ ഭാഗ്യം നാഥൻ തന്നില്ല, ആ തിരുവട്ടം തൂകും വദനം ഇതുവരെ കനവിൽ കണ്ടില്ല. അശറത്തുൽ മുബശ്ശറല്ല, അസ്ഹാബിൻ കണ്ണികളല്ല. അശറത്തുൽ മുബശ്ശറല്ല, അസ്ഹാബിൻ കണ്ണികളല്ല. എങ്കിലും അനുരാഗം അപദാനം പാടുന്നു, മധുഹോതുന്നു. ജന്നാത്തുൽ ഫിർദൗസാണല്ലോ റൗള ശരീഫ്, ജന്മമിതിൽ അണയാനാവൂലേ ഇവനോ ലൈഫ്. ജന്നാത്തുൽ ഫിർദൗസാണല്ലോ റൗള ശരീഫ്, ജന്മമിതിൽ അണയാനാവൂലേ ഇവനോ ലൈഫ്. ജന്നാത്തുൽ ഫിർദൗസാണല്ലോ റൗള ശരീഫ്,
നാമത്തിന് സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. സംബോധനയാണ് പ്രഭാഷണത്തിൽ ആദ്യമായി വേണ്ടത്. പക്ഷേ ഞാൻ അഭിനന്ദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കൊച്ചുകുട്ടികളുടെ പരിപാടികൾ കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. ആ പരിപാടികൾ കാണുമ്പോൾ PMS പൊക്കോയ തങ്ങളുടെ നാമധേയത്തിലുള്ള സ്കൂൾ എന്താണ് എന്നതിൻ്റെ ഉത്തരമാണ് നമുക്ക് കിട്ടുന്നത്. റവാൻ എന്ന പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരൻ, ജസ എന്ന കൊച്ചുകൂട്ടുകാരി, ഇവർ രണ്ടാളും അവതരിപ്പിച്ച KY ടോക്ക് നമ്മൾ കേൾക്കുകയുണ്ടായി. അവർക്ക് പകരം നമ്മളെയാണ് ഇവിടെ സ്റ്റേജിൽ കാണേണ്ടത്. അവർക്ക് പകരം നമ്മളാണ് ഇവിടെ വന്ന് പറയുന്നത് എങ്കിൽ നമുക്ക് മനസ്സിലാകും ആ കുട്ടികളുടെ പ്രകടനം എത്രമേൽ മെച്ചപ്പെട്ടതാണ് എന്ന്. അങ്ങനെ അവരെ ഒരുക്കിയെടുത്ത കുറച്ചാളുകളുണ്ട്. അവരെ നമ്മൾ അധ്യാപകരെന്നും അധ്യാപികമാരെന്നും പറയുന്നു. KG വിഭാഗത്തിലും അല്ലാതെയുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന KYHSലെ ബഹുമാന്യരായ അധ്യാപകന്മാർ, അവർക്ക് നേതൃത്വം നൽകുന്ന അഭിമന്യരായ പ്രിൻസിപ്പൽ, ഇവരുടെ ശ്രമത്തിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഓരോ കുട്ടിയും ഇവിടെ വന്ന് കാഴ്ചവെക്കുന്ന പ്രകടനങ്ങൾ എന്ന് പറയുന്നത്. അതിനെല്ലാം കുടയൊരുക്കിക്കൊണ്ട് അഭിമന്യ നേതൃത്വം സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നിലനിൽക്കുന്നു എന്നതും നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകൾ നിലനിന്നിരുന്നു എന്ന് നമ്മൾ ഓർക്കുന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും അപ്രകാരം നമ്മുടെ പ്രസിഡൻ്റായിരുന്നു എന്ന വസ്തുത നമ്മൾ ഓർക്കുന്നു. അങ്ങനെ പലരും അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ റിസൾട്ടിൻ്റെ ഗുണഭോക്താക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഒരു സ്ഥാപനത്തിൻ്റെ ഈ ഉച്ച ചൂടാകുന്ന നേരത്ത്, വയറ് വിശക്കുന്ന നേരത്ത്, കൊച്ചുകുട്ടികളുടെ പ്രോഗ്രാമിന് വേണ്ടി ആർത്തിയോടെ നിങ്ങൾ കാത്തിരിക്കുന്ന നേരത്ത് ഞാൻ ഒരുപാട് പ്രസംഗിക്കുകയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട, നിർത്തുകയാണ്. അതിന് മുന്നോടിയായിട്ട് വിളിച്ചത് കൊണ്ട് ഒറ്റ കാര്യവും പറയണം. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റ് അതെന്താണെന്നറിയോ? ആ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന ആളുകളാണ്. അതാരാണ് എന്നതാണ്. ഈ സ്ഥാപനം എത്രമേൽ വലുതാണ് എന്ന് തീരുമാനിക്കുന്നത് ആ സ്ഥാപനത്തെ ആരെല്ലാം എത്ര കണ്ട് സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്നേഹം പങ്കുവെക്കാൻ ഏറ്റവും കൂടുതൽ അവസരം കിട്ടുന്ന ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. കാരണം സ്വന്തം മക്കളുടെ കാര്യത്തിൽ അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവർക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടൊരു സ്ഥാപനം നിലനിൽക്കുമ്പോൾ, തങ്ങളുടെ മക്കളുടെ പ്രകടനങ്ങൾ കാണാൻ അവസരം കിട്ടുമ്പോൾ, ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച സ്ഥാപനത്തെ, അതിനുവേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ, ടീച്ചേഴ്സിനെ, കമ്മിറ്റിക്കാരെ എല്ലാം നമ്മൾ ഓർക്കുമ്പോൾ ആ സ്ഥാപനത്തിനോട് താനെ നമുക്കൊരു റെസ്പെക്റ്റ്, ഒരു സ്നേഹമുണ്ടാകുന്നു. നമ്മുടെ സ്ഥാപനം നമ്മുടെ മക്കൾക്ക് വേണ്ടി എത്രമേൽ അധ്വാനിക്കുന്നു എന്ന് നമ്മൾ അറിയണം, അന്വേഷിച്ചറിയണം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ശരികേടുകളോ അപാകതകളോ തോന്നുമ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകളെ, അതിൻ്റെ മീതെയുള്ള ആളുകളെ ആവശ്യാനുസരണം നിങ്ങൾ ബന്ധപ്പെടുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും വേണം. ഇത് സാന്ദർഭികമായി പറഞ്ഞതാണ്. എല്ലാം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും മനുഷ്യർ പ്രവർത്തിക്കുന്ന ഏതൊരു കർമ്മത്തിനും പോരായ്മകളുണ്ടാവുക സ്വാഭാവികമാണ്. സഹകരണത്തോടെ, സ്നേഹബുദ്ധിയ, നന്മയുടെ ആളുകളായിട്ട് അത് തിരുത്തുന്നതിൽ കൂടെ നിൽക്കാൻ നിങ്ങൾ ഉണ്ടാവണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഒറ്റക്കാര്യം പറഞ്ഞോട്ടെ, നമ്മളാണ് സ്ഥാപനത്തെ സ്നേഹിക്കേണ്ടുന്ന ആളുകളെന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ കാഴ്ചവെക്കുന്ന കാര്യങ്ങളോട് നമ്മൾ നല്ല വിധം സഹകരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഈ ഹാൾ നമ്മൾ സാധാരണ നടത്താറുള്ളത് ക്യാമ്പസിലാണ്. അവിടെ നിന്ന് ഇതിൻ്റെ വൈപുല്യം കാരണം, സൗകര്യം കാരണം ഇങ്ങോട്ട് മാറ്റി. രണ്ട് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, നമ്മെ സംബന്ധിച്ചിടത്തോളം വാടകയില്ലാതെ നടത്തിയിരുന്ന പ്രോഗ്രാം വാടകയോടുകൂടി നടത്തേണ്ടി വരുന്നു. രണ്ട്, ഇന്ന് ബന്ദാണ്. ഈ രണ്ട് പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടാണ് നിങ്ങളിവിടെ വന്നു നിൽക്കുന്നത് എന്നത് അഭിനന്ദനമർഹിക്കുന്ന ഒരു കാര്യമാണ്. പുരോഗമനാത്മകമായ പ്രവർത്തനങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ട് എന്നതാണ് ഞങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ധൈര്യം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്രകാരം നമ്മൾ കുറച്ചു മുമ്പ് ഒരു രക്ഷിതാക്കളുടെ യോഗം വിളിക്കുകയുണ്ടായി. ആ യോഗത്തിൽ വെച്ച് പിന്നാക്കക്കാരായ കുട്ടികൾക്ക് ഏർപ്പെടുത്താവുന്ന വലിയൊരു സംരംഭത്തെക്കുറിച്ച്, അകം എന്ന് പറയുന്ന മനഃശാസ്ത്ര വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് നടത്താവുന്ന പദ്ധതിയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. കുട്ടികളെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നു. രക്ഷിതാക്കൾക്ക് കൗൺസിലിംഗ് ക്ലാസ്സുകൾ നടക്കുന്നു. അതിൻ്റെ ക്ലാസ്സുകൾ എപ്പടി, എന്ന്, എങ്ങനെ തുടങ്ങണമെന്ന ചർച്ച അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം, അതാണ് എനിക്ക് പറയാനുള്ളത്, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്,
നമ്മുടെ കുട്ടികൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഓരോ കുട്ടികളും അതുല്യരാണ് എന്ന് നമ്മൾ പറയുമ്പോഴും വ്യത്യാസങ്ങളുണ്ടാകും. ഈ വ്യത്യാസങ്ങളെ കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ആളുകൾക്കും ആവശ്യമുള്ള അളവിലുള്ള പിന്തുണ കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ പിന്തുണ കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ് അല്പം എന്തെങ്കിലും കാരണം കൊണ്ട് പിന്നാക്കക്കാരായവർ. അതിന് പല കാരണങ്ങളുണ്ടാകാം. ബുദ്ധി വൈഭവത്തിൻ്റെ കുറവാണ് അതിൻ്റെ കാരണമെന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. ഒരു പക്ഷേ അങ്ങനെയാണെന്ന് ഡോക്ടേഴ്സ് വരെ വിധി എഴുതിയാൽ പോലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മനഃശാസ്ത്ര ലോകത്ത് ഈയിടെ അത്ഭുതകരമായ ഒരു കണ്ടെത്തലിനെ കുറിച്ച് ലോകത്തോട് പ്രഖ്യാപനമുണ്ടായി. എന്താ പ്രഖ്യാപനം എന്നറിയോ? ഇത് പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ, വീട്ടിലുള്ളവർ വരെ കേൾക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാണ് അവർ വിളിക്കുന്നത്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആവശ്യാനുസരണം ശക്തിപ്പെടാനും സ്വയം നവീകരിക്കാനും മെച്ചപ്പെടാനും പോരായ്മകൾ പരിഹരിക്കാനുമുള്ള തലച്ചോറിൻ്റെ ശക്തിയെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും ഓർക്കണം. ഏതെങ്കിലും കാരണത്താൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ ട്രീറ്റ്മെൻറ്റുകൾ, പരിഹാരക്രിയകൾ നമ്മൾ ചെയ്താൽ അതിനനുസരിച്ച് ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്ന ഒരു സത്യം നമ്മൾ ആദ്യം തിരിച്ചറിയണം. അതിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, തലച്ചോറിൻ്റെ സ്വയം നവീകരണ ശേഷി, സ്വയം മെച്ചപ്പെടാനുള്ള കഴിവ്. അത് രണ്ട് വിധത്തിലുണ്ടെന്നാണ് അവർ പറയുന്നത്. ഒന്ന് സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റി. എന്തോ കടിച്ചാപ്പെട്ടാത്ത കാര്യം പറയാമെന്ന് വിചാരിച്ച് കേൾക്കാതിരിക്കല്ലേ, ഒന്ന് മനസ്സിലാക്കി വെക്കൂ. സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റി. രണ്ടാമത്തത് ഫങ്ഷണൽ പ്ലാസ്റ്റിസിറ്റി. ഇത് രണ്ടുകൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ നമ്മളെക്കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമാണ്. നമ്മളുടെ തലച്ചോറിനെ കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമാണ്. നമ്മൾ എത്ര കണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, എത്ര കണ്ട് ഓർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, എത്ര കണ്ട് പുതിയ അറിവുകൾ ശേഖരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, അതനുസരിച്ച് നമ്മുടെ തലച്ചോറ് ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. പ്രായം എത്ര കൂടിയാലും തലച്ചോറിൻ്റെ ശക്തി, തലച്ചോറിൻ്റെ ഓർമ്മശക്തി അത് നമുക്ക് നിലനിർത്താൻ പറ്റും. വയസ്സായില്ലേ, മറവിയൊക്കെ ഉണ്ടാവൂലേ, ഓർമ്മക്കുറവുണ്ടാവൂലേ, തലച്ചോറ് ചുരുങ്ങൂലേ എന്നൊക്കെ വെറുതെ വിചാരിച്ച് നമ്മൾ അസംബന്ധത്തിൽ അകപ്പെടണ്ട. നമ്മുടെ തലച്ചോറിന് നമ്മൾ പണി കൊടുത്താൽ തലച്ചോറ് ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. ജിംനേഷ്യത്തിൽ പോകുന്ന ആളുകൾക്ക് അവരുടെ മസിൽ പെരുപ്പിക്കാൻ, അവിടുത്തെ ഇരുമ്പിൻ്റെ ഉപകരണങ്ങൾ പൊക്കാൻ അവർ ശ്രമിക്കുമ്പോൾ സാധിക്കുമെങ്കിൽ അപ്രകാരം തലച്ചോറിനെ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ എന്ന വസ്തു. അതൊരു സന്തോഷ വാർത്ത കൂടിയാണ്. അത് നിങ്ങൾ അറിയിക്കുകയാണ്. ആ പ്ലാസ്റ്റിസിറ്റി, ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളൊരു പക്ഷേ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നതിനെക്കുറിച്ച് മുമ്പ് അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തലച്ചോർ അതിനുവേണ്ടി തലച്ചോറിൻ്റെ അകത്ത് ഒരു ന്യൂറൽ പാത്വേ ഉണ്ടാക്കുന്നു എന്നാണ് അവിടെ എഴുതി വെക്കും. ന്യൂറോപ്ലാസ്റ്റിസിറ്റി. വീണ്ടും നിങ്ങളിത് ഓർക്കാൻ ശ്രമിച്ചാൽ അതവിടെ ഉറക്കും, വീണ്ടും ഓർക്കാൻ ശ്രമിച്ചാൽ അതവിടെ ദൃഢപ്പെടും. അങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യത്തിനനുസരിച്ചും തലച്ചോറിൻ്റെ അകത്തെ ന്യൂറോണിൻ്റെ പ്രവർത്തനം ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അതേ പണിയാണ് സ്കൂളിൽ നടക്കുന്നത്. ഓരോ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ തലച്ചോറിൻ്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ കഴിവ് ഉപയോഗപ്പെടുത്തണം. വയസ്സായ ആളുകൾക്ക് ഓർമ്മക്കുറവുണ്ട്. എന്താ കാര്യം എന്നറിയോ? ഒന്ന്, വയസ്സാകുമ്പോൾ വേണ്ടത്ര എഴുന്നേറ്റ് നടക്കാൻ വയ്യ, അപ്പോൾ അവർ വീട്ടിൻ്റെ അകത്താകും. രണ്ട്, അവർക്ക് സമ്പർക്കം പുലർത്താൻ ആളെ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് വായന പോലത്തെ ശീലങ്ങൾ ഉണ്ടാവില്ല, ഒന്നുമില്ല. അങ്ങനെ അവർ ഇരുന്ന് മുരടിച്ച് ശരീരത്തിൻ്റെ ശേഷി നഷ്ടപ്പെടുന്ന പോലെ തലച്ചോറിൻ്റെ ശേഷിയും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതേ സമയത്ത് പണ്ട് പഠിച്ചത് ഓർക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, പത്രം വായിക്കാൻ, മാത്രമല്ല പുതിയ കാര്യങ്ങൾ നേടാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതിനനുസരിച്ച് തലച്ചോറ് ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് വലിയ ഒരു സന്തോഷകരമായ കാര്യമാണ്. എങ്കിൽ ആ വസ്തുതകളെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ അകം എന്ന് പറയുന്ന ടീമുമായിട്ട് കൊളാബറേഷൻ നടത്തിയിട്ട് പുതിയ രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ച് പിന്നാക്കക്കാരായ ആളുകളെ മുന്നാക്കക്കാരാക്കി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഒട്ടുമിക്ക സ്കൂളുകളിലും അത്തരം പദ്ധതികൾ ഈ അളവിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഇന്ത്യയിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് AI ലാബ് സ്ഥാപിച്ച സ്ഥാപനമാണ്. എന്താണോ കുട്ടികൾക്ക് ഏറ്റവും ആദ്യം കൊടുക്കേണ്ടുന്ന പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കി അതിനൊപ്പം അവരെ നിർത്തി അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ ക്യാമ്പസിൽ വരുമ്പോൾ ഒരു പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാകും. അതിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് ഫിനിഷിംഗ് സ്കൂൾ എന്നാണ്. ഫിനിഷിംഗ് സ്കൂൾ എന്താ അങ്ങനെ ഒരു സ്കൂള് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ കുട്ടികളെ സർവതോന്മുഖമായിട്ടുള്ള കഴിവുകളെയും മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ അതിൻ്റെ തുടക്കമാണ് നിങ്ങളിവിടെ കണ്ട KY ടോക്ക്. ഓരോ കുട്ടിയും ലോകത്തോട് സംസാരിക്കുന്ന ഒരു നാളെ നിങ്ങളൊന്ന് സ്വപ്നം കണ്ടു നോക്കൂ.
ലോകത്തോട് സംസാരിക്കാൻ കാട്ടിലങ്ങാടി യതീംഖാനയുടെ ക്യാമ്പസിനകത്ത് ഒരു തിയേറ്റർ, ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെടും. അന്ന് ലോകത്തോട് നമ്മുടെ കുട്ടികൾ ഉജ്ജ്വലമായ കാര്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ, അത് നമ്മുടെ കുട്ടിയാകുമ്പോൾ നമുക്ക് എത്രമേൽ സന്തോഷമുണ്ടാകും. അതിനുതകുന്ന വിധത്തിൽ സ്ഥാപനത്തെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മിഷൻ 2030 എന്ന ഒരു പദ്ധതിയുണ്ട് നമ്മുടെ കമ്മിറ്റിക്ക്. 2030 ആകുമ്പോഴേക്ക് നമ്മുടെ സ്ഥാപനത്തെ എവിടെ എത്തിക്കണമെന്നാണ്. അതിൻ്റെ ചെറിയൊരു ഭാഗമാണിത്. നമ്മുടെ സ്കൂളിൽ അധികം വൈകാതെ പ്രീമിയം സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം തുടങ്ങും. അഥവാ നമ്മളൊക്കെ കാണുന്ന ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്കൂൾ. അപ്പോൾ ഇപ്പോഴുള്ളത് മെച്ചപ്പെട്ടതല്ലേ, അത് ക്രമേണ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടത് അങ്ങനെ പറയണത്? സ്വാഭാവികമായിട്ടും ആ സെഗ്മെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സാധാരണ കൊടുക്കുന്നതിൽ കൂടുതൽ ഫീസ് കൊടുക്കേണ്ടതായി വരും. കാരണം അവിടുത്തെ സൗകര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും, അവിടുത്തെ ടീച്ചേഴ്സ് കുറേ കൂടി വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി ഏറ്റവും മെച്ചമായ, ഇന്ന് കിട്ടാവുന്ന ഏറ്റവും മെച്ചമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കിട്ടുന്നതിനുള്ളൊരു പദ്ധതി അവിടെ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് പറയുമ്പോൾ നിങ്ങളോട് കാര്യഗൗരവത്തോടെ ചിന്തിക്കുമെന്ന പ്രതീക്ഷയിൽ ഒരു കാര്യം പറയാണ്. വിദ്യാഭ്യാസ പുരോഗതി എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ന് KG അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടി 12 വർഷം കഴിയും. 12 വർഷം കഴിയുമ്പോൾ ആ കുട്ടി 10ാം ക്ലാസ് കഴിയാണ്, പിന്നെ +2 കഴിയാണ്. ഒരു 25 വർഷം കഴിയുമ്പോൾ നമ്മളിൽ ആരൊക്കെ അന്നുണ്ടാകുമെന്ന് അറിയില്ല. അന്നത്തെ നമ്മളാണ് ഇന്നത്തെ KG അഡ്മിഷൻ എടുക്കുന്ന കുട്ടി. ആ കുട്ടി എന്താവണം? ആ കുട്ടിയുടെ കുടുംബം എന്താവണം? അവരുടെ ബന്ധങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? അവരുടെ ഈമാനും ഇസ്ലാമും എങ്ങനെയുള്ളതായിരിക്കണം? അവർ സമൂഹത്തിനോട് എങ്ങനെ പ്രതികരിക്കുന്നവരും പെരുമാറുന്നവരുമായിരിക്കണം? അവരുടെ സ്വഭാവം എന്തായിരിക്കണം എന്ന് നിർണ്ണയിക്കേണ്ടുന്ന നിർണായകമായ സ്ഥലത്തിൻ്റെ പേരാണ് നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം KYHS എന്ന് പറയുന്ന സ്കൂൾ. ആ സ്കൂൾ എത്രമേൽ മെച്ചപ്പെടണം എല്ലാ അർത്ഥത്തിലും. കേവല പഠിപ്പല്ല, കേവല A+ അല്ല, അവരുടെ സകല കഴിവുകളും അവരുടെ സ്വഭാവമടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുന്ന വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മൾ സ്കൂളിനെ ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ള ഭഗീരഥ പ്രയത്നങ്ങൾ അകത്ത് ആന്തരികമായി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയുണ്ടാവണം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം ഒരുപാട് മെച്ചപ്പെട്ടതാണെന്ന് നിങ്ങളുടെ മനസ്സിലൊരു സങ്കല്പമുണ്ടാകും. ഞാനൊരു ചെറിയ കണക്ക് പറയാം. ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു PGI എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ട്. പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് എന്നാണ് അതിൻ്റെ പേര്, PGI. ആ ഗ്രേഡിംഗ് പ്രകാരം ഓരോ സംസ്ഥാനവും വിദ്യാഭ്യാസ രംഗത്ത് വെച്ച് പുലർത്തുന്ന നിലവാരത്തിൻ്റെ കണക്കനുസരിച്ച് 1000-ൽ മാർക്കിടുന്നുണ്ട്. 1000 മാർക്ക് എന്ന് വെച്ചാൽ 901 മുതൽ 1000 മാർക്ക് വരെ നേടിയ ടോപ്പിലുള്ള ആളുകൾ, പിന്നെ 100, പിന്നെ 100, പിന്നെ 100, കീപ്പോട്ടാണ്. അങ്ങനെ 10 കാറ്റഗറിയാണുള്ളത്. ആ 10 കാറ്റഗറിയിൽ 1ാം സ്ഥാനം നേടിയ ഇന്ത്യയിലെ എത്ര സ്റ്റേറ്റുകളുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നതാണ് ഉത്തരം. 2ാം സ്ഥാനത്ത് ആരുമില്ല, 3ാം സ്ഥാനത്ത് ആരുമില്ല, 4ാം സ്ഥാനത്ത് ആരുമില്ല, 5ാം സ്ഥാനത്ത് ഛത്തീസ്ഗഡ് മാത്രം, 6ാം സ്ഥാനത്ത് ആരുമില്ല, 7ാം സ്ഥാനത്ത് അഥവാ 30 മുതൽ 40 വരെ മാത്രം മാർക്ക് നേടിയ കൂട്ടത്തിൽ 14 സ്ഥാപനങ്ങൾ, 14 സ്റ്റേറ്റുകളുടെ കൂട്ടത്തിൽ കേരളവുമുണ്ട്. ഇതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം. ഇൻഫോസിസ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ ഒരു സ്ഥാപനമുണ്ടല്ലോ. 60 ചില്ലാനം രാജ്യങ്ങളിൽ സ്ഥാപനങ്ങളുള്ള ഇൻഫോസിസിന് ഒരു സ്ഥാപനമുണ്ട് മൈസൂരിൽ. ആ മൈസൂരിലെ സ്ഥാപനത്തിൻ്റെ പേരെന്താണെന്നറിയോ? ആ മൈസൂരിലെ സ്ഥാപനത്തിൻ്റെ പേര് റീ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇവരുടെ കമ്പനിയിലേക്ക് ജോലിക്ക് വരുന്ന ഡിഗ്രി പൂർത്തീകരിച്ച ബിരുദം നേടിയ ആളുകളെ ജോലിക്ക് വെക്കാൻ നേരത്ത് അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെയും മാർക്കിൻ്റെയും ബലത്തിൽ വെച്ച് നോക്കുമ്പോൾ കാര്യത്തിന് കൊള്ളുന്നില്ല. എന്ന് വെച്ചാൽ പഠിച്ച പഠിപ്പ് പോരാ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അക്ഷരം എഴുതാൻ അറിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസം? കേരള സംസ്ഥാന സർക്കാർ ഒരു കോൺക്ലേവ് നടത്തി, എഡ്യൂക്കേഷണൽ കോൺക്ലേവ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം. അന്നെന്താ തീരുമാനമെടുത്തത്? ഈ ഓൾ പാസ് എന്ന് പറയുന്ന പരിപാടി കാരണമാണ് നമ്മുടെ വിദ്യാഭ്യാസം പിറകോട്ട് പോയത് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാക്കിയ കോൺക്ലേവിൽ അവസാനം അവർ പ്രകടിപ്പിച്ച അഭിപ്രായം എന്താണെന്നറിയോ? ഓൾ പാസ് നിർത്തലാക്കണം. ഓരോ സബ്ജക്റ്റിലും കുട്ടി പാസ്സാവണമെങ്കിൽ 30% മാർക്ക് വാങ്ങിയെങ്കിൽ മാത്രമേ കുട്ടിയെ പാസ്സാക്കാവൂ എന്ന് തീരുമാനിച്ചു. ആ തീരുമാനം സ്കൂൾ തലത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങി. കാരണം വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഒരുപാട് പിറകോട്ട് പോയി. ഇൻഫോസിസ് നടത്തുന്ന ഈ സ്ഥാപനം റീ എഡ്യൂക്കേഷൻ സെൻറ്റർ, അതിനെക്കുറിച്ച് അവർ പറയുന്നത് എന്താണെന്നറിയോ? അവരുടെ കമ്പനികളിൽ ജോലി വാങ്ങാൻ വരുന്ന ആളുകളിൽ
64% പണിക്ക് കൊള്ളാത്തവരാണ്. ഇവർ പഠിച്ച പഠിപ്പ് കൊണ്ട് ഇവരെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. കാരണം കാര്യക്ഷമതയുള്ളതല്ല, ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ അല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, വേണ്ട രീതിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ കേരളവും ഇന്ത്യയും ഒക്കെ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ മക്കളെ ഏറ്റവും മെച്ചപ്പെട്ടവരായി വളർത്തിയെടുക്കാൻ ആരെയും കാത്തു നിൽക്കാതെ മുന്നേ സഞ്ചരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിന് പറ്റുന്ന ശക്തരായ വിദ്യാഭ്യാസ രംഗത്തെ ആളുകളുമായി ചർച്ച നടത്തി വേണ്ടുന്ന വിധത്തിലുള്ള പുരോഗമന പ്രവർത്തനങ്ങൾ നമ്മുടെ ക്യാമ്പസിനകത്ത് നമ്മൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് പ്രീമിയം സെഗ്മെൻറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഗുണം സ്വാഭാവികമായിട്ടും നിലവിലുള്ള സ്കൂളിൻ്റെ ഈ മെച്ചത്തിൻ്റെ കൂടെ തന്നെ തുടർച്ചയായിട്ട് ഉണ്ടാകുമെന്നതും നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന തലച്ചോറിൻ്റെ സ്വഭാവ ഗുണത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ തലച്ചോറിനെ ശാക്തീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുമ്പോൾ, വായിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, അങ്ങനെ ആലോചന പോലും തലച്ചോറിന് വളർത്തുമെന്നാണ്. തലച്ചോറിന് പണി കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ ഓർമ്മക്കുറവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വയസ്സാകുമ്പോഴും ഉഷാറായിട്ട് സംസാരിച്ചൊക്കെ നടക്കാൻ പറ്റും. അതിനൊക്കെ നമുക്ക് സാധിക്കട്ടെ. ആ വസ്തുത മനസ്സിലാക്കി നമ്മുടെ പിന്നാക്കക്കാരായ കുട്ടികളെ കൂടി മുന്നോട്ട് കൊണ്ടുവരാനുള്ള സംരംഭങ്ങൾ നമ്മുടെ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും കൂടുതൽ ശാക്തീകരിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇവിടെ കാണുന്ന പ്രകടനങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സിനെ ഈ സന്ദർഭത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇതിനുവേണ്ടി സ്വദേശത്തും വിദേശത്തും അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്രമുഖരിൽ ഒരാളാണ് നമ്മുടെ CV ഖാലിദ് സാഹിബ് അവറുകൾ. സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും വളരെ സജീവമായിട്ട് അവർ പങ്കെടുക്കാറുണ്ട്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ മീറ്റിംഗ് 12 മണിയാകുവോളം തുടരുമ്പോൾ 2.5-3 മണിക്കൂറോളം ആളുകൾ ഈ കമ്മിറ്റി മീറ്റിങ്ങിന് വേണ്ടി, അത്ര നീണ്ട കമ്മിറ്റി മീറ്റിംഗ് ഒന്നും ഉണ്ടാവാറില്ല. വിദ്യാഭ്യാസം തന്നെയാണ് പ്രവർത്തനവും ചർച്ചയും. അങ്ങനെ സജീവമായി നിൽക്കുന്ന ഒരു ക്യാമ്പസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ വരുമ്പോൾ സ്ഥാപനത്തെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പിന്തുണക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടത് ചെയ്തു കൊടുക്കാനും പോരായ്മകൾ ഉണ്ടാകുമ്പോൾ ഉത്തരവാദപ്പെട്ടവരെ ബോധ്യപ്പെടുത്തി അത് പരിഹരിക്കാൻ കൂടെ നിൽക്കാനും നിങ്ങളെല്ലാവരും ഉണ്ടാവണം. അങ്ങനെയെല്ലാം സ്ഥാപനത്തെ സ്നേഹിക്കുന്ന നിങ്ങളാണ് സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരാണ്. കാശല്ല, കെട്ടിടമല്ല, വിദ്യാർത്ഥികളുടെ എണ്ണവുമല്ല, രക്ഷിതാക്കളുമല്ല. പിന്നെ ആരാണ് സ്ഥാപനത്തെ സ്നേഹിക്കുന്നവർ? അതാരാണ്? അത് കുട്ടികളാണ്, രക്ഷിതാക്കളാണ്, കമ്മിറ്റിക്കാരാണ്, അതിനെ സഹായിക്കുന്നവരാണ്. ആ സഹായിക്കുന്നവരായിട്ട് നിങ്ങളെന്നും സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വിനീതമായ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാന്നിധ്യം കൊണ്ട് നമ്മുടെ പ്രോഗ്രാമിനെ അനുഗ്രഹിച്ച മുഴുവൻ മാനേജ്മെൻറ്റ് പ്രതികൾക്കും സഹകരണം കൊണ്ടും സപ്പോർട്ട് കൊണ്ടും ഞങ്ങളെ അനുഗ്രഹിച്ച രക്ഷിതാക്കൾക്കും എല്ലാവിധ നന്ദികളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാം. Today we all are in over the moon. Do you know what is so special? Today is our most celebrating day, our Kids Fest. Let's welcome everyone to the Kids Fest through an amazing welcome dance. My little cuties, please come to the stage. Thank you.